ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ട്രാവലിംഗ് ബഡി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഞാനീ പോകുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാനാണ്. തമിഴ്നാടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ വെള്ളച്ചാട്ടം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും മനസ്സിലായി കാണും ഏതാ വെള്ളച്ചാട്ടമെന്ന്. കേരള തമിഴ്നാട് ബോർഡറായിട്ടുള്ള കുലശേഖരത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്പരപ്പ് എന്ന് പറയുന്ന വാട്ടർഫാളാണ് ഈ കാണുന്നത്. ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് വെച്ചാൽ 10 രൂപയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ചൂട്. ഈ ചൂട് സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ ഏറ്റവും കിടിലൻ സ്പോട്ടാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ ഒഴുകി വരുന്നത് കുറച്ച് ഔഷധ ഗുണങ്ങളുള്ള വെള്ളമാണ്. അതെന്താ ഞാനങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോഴത് ഞാൻ ആ വിഷ്വലോടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഔഷധ ഗുണങ്ങളാണ് ഈ വെള്ളത്തിൽ കൂടെ വരുന്നതെന്നുള്ളത്. ഇവിടെ കൂടുതലും വരുന്നത് നമ്മുടെ കേരളത്തിലുള്ളവരോ തമിഴ്നാട്ടിലോ ഉള്ളവരല്ല, ആന്ധ്ര, കർണാടക അങ്ങോട്ടുള്ളവരൊക്കെയാണ് കൂടുതലും വരുന്നത്. അവർക്കാണ് ഒത്തിരി ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റുന്നത്. അവരെന്തുമാത്രം ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിച്ചു. നമ്മൾ ഒരു കൂളറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. ഇവിടെ നിന്ന് കുളിക്കാൻ വേണ്ടി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ലേഡീസിന് അപ്പുറത്തെ സൈഡിലും ജെൻസിന് ഇപ്പുറത്തെ സൈഡിലും. ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വേണ്ടി ദിനം പ്രതി ഒത്തിരി ആൾക്കാരാണ് വരുന്നത്. ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാത്രമേ ആവത്തുള്ളൂ. ബാഹുബലിയിൽ ഇതേപോലത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് എടുത്തത് ആതിരപ്പള്ളിയിലാണെങ്കിലും ഡയറക്ടർ രാജമൗലിക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത് ഏകദേശം ഇവിടെ നിന്നാണ്. കാരണം പ്രഭാസ് മരത്തിൽ കയറിട്ട് കയറുന്ന ഒരു സീനുണ്ട്. അത് ഏകദേശം ഇവിടെ നിന്നിട്ടാണ് പുള്ളിക്ക് ഐഡിയ കിട്ടിയെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും കൂടെ ഉണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് കുളിക്കാം. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സ്വിമ്മിംഗ് പൂളാണ്. താഴ്ചയില്ല എന്ന് വെച്ച് നിങ്ങളിതിൽ ഇറങ്ങാൻ നിൽക്കല്ല്. കാരണം നിങ്ങൾക്ക് ചൊറിയൊന്ന് ഒരാഴ്ച ആശുപത്രി കിടക്കേണ്ടി വരും. അത്രയ്ക്ക് കൊള്ളൂലാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത്. കൊച്ചുപിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊള്ളാം. നിങ്ങളൊരു വീക്കെൻഡിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് മാത്രം ചൂസ് ചെയ്യാതെ ഇതിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ മാത്തൂർ ബ്രിഡ്ജുണ്ട്, അത് കഴിഞ്ഞിട്ട് പത്മനാഭപുരം പാലസ് ഉണ്ട്. പിന്നെ നിങ്ങൾ കന്യാകുമാരി പോയിട്ടില്ലെങ്കിൽ അതും പോവുക. പത്മനാഭപുരം പാലസ് നിങ്ങൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പത്മനാഭപുരം പാലസ്. ഒരു മുറൈ വന്ന് പാത്തായ ശോഭന ഡാൻസ് കളിച്ചത് അവിടെയാണ് എന്നാണ് എല്ലാവരെയും ഒരു വിചാരം. പക്ഷേ അതവിടെ അല്ല കേട്ടോ, അത് വേറൊരു സ്ഥലത്താണ് ഷൂട്ട് എടുത്തത്. തൃപ്പരപ്പിൽ ഇത് മാത്രമല്ല കേട്ടോ കാണാനുള്ളത്, വേറൊരു സ്പോട്ടും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ആ സ്പോട്ടിലോട്ട് പോകുന്ന വഴിയാണ്. പണ്ടൊക്കെ ഈ വഴിയിലാണെങ്കിൽ ഒരു വൃത്തിയില്ലാതെയാണ് കിടന്നത്. ഇപ്പോൾ ഒത്തിരി കടകളൊക്കെ വന്നതുകൊണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്ക് ഈ പാലം കയറി അപ്പുറത്തെ സൈഡിൽ പോകണം. ആനയെ കുളിപ്പിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഔഷധ ഗുണങ്ങളുള്ള വെള്ളമെന്ന്. അത് ഈ ആനമൂത്രവും ആനപ്പിണ്ടവും ഈ വഴി ഒഴുകി നേരെ അപ്പുറത്ത് പോകും. കാരണം ഞാൻ തൃപ്പരപ്പിൻ്റെ മോൾ ഭാഗമാണ് ഈ വരുന്നത്. ഈ കാണുന്ന ഭാഗം വരുന്നത് തൃപ്പരപ്പിൻ്റെ മോൾ ഭാഗമാണ്. അപ്പോൾ ഈ വഴി ഇതെല്ലാം ഒഴുകിയാണ് പോകുന്നത് താഴോട്ട്. ഇവിടെ നിന്ന് കുളിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴ് ഒരാനയെ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ ഒത്തിരി ആനകൾ കാണും. അവരിവിടെയാണ് കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഈ ആനയെ കുളിപ്പിക്കുന്നതും എല്ലാം കാണാൻ വേണ്ടി. ഈ സത്യം പറഞ്ഞാൽ തൃപ്പരപ്പിൻ്റെ ഈ മോൾ ഭാഗം പലർക്കും അറിയത്തില്ല. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെയല്ല വരുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ തൃപ്പരപ്പ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് വരുന്നത് മോൾ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കണ്ട. പക്ഷേ നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് പുറം വഴിയാണ്, റോട്ടിൽ കൂടെയാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നിറഞ്ഞൊഴുകും. ഈ തൃപ്പരപ്പ് വരുന്നവർ ഫസ്റ്റ് ഈ ടോപ്പ് വ്യൂ ആണ് വന്ന് കാണുന്നതെങ്കിൽ ഒരിക്കലും താഴെ പോയി കുളിക്കത്തില്ല. കാരണം ഇവിടെ വരുമ്പോൾ ഈ ടോപ്പിൽ വരുമ്പോൾ എപ്പോഴായാലും മിനിമം ഒരു ആനയെങ്കിലും കുളിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ മൂത്രവും ആനപ്പിണ്ടവും ഒഴുകുന്നത് ഈ വെള്ളം വഴിയാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും അവർ താഴെ പോയി കുളിക്കത്തില്ല.
പിന്നെ ആ കാണുന്നത് ശിവക്ഷേത്രമാണ്. ഏകദേശം 2000 വർഷം പഴക്കമുണ്ട്. അത് പണികഴിപ്പിച്ചത് രാജരാജ ചോളയാണ്. പണ്ടൊക്കെ നമുക്ക് ആ അമ്പലത്തിൻ്റെ സൈഡ് വഴി നമുക്കിവിടെ വരാമായിരുന്നു. ഇപ്പം അവിടെയൊക്കെ ഗേറ്റ് ഇട്ട് അടച്ചു. ഈ കാണുന്നത് ആറാണ്. ഇപ്പം ഇവിടെ നിന്നുള്ള വെള്ളമാണ് താഴോട്ട് ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ ചെറിയ വാട്ടർഫാളും കാണാൻ അതിമനോഹരമാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. പിന്നെ നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പം 150 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം ഒരു വൈകിട്ടൊക്കെ ആണെങ്കിൽ വെയിൽ താന്ന സമയത്ത് അതിമനോഹരമായിട്ട് നമുക്ക് വെള്ളത്തിൽ കിടന്ന് ബോട്ടിങ് ചെയ്യാം. അല്ലെങ്കിൽ വെയിലടിച്ച് കറുത്ത് പോകും. പിന്നെ ഈ ആറ്റിൽ വന്ന് നിങ്ങൾക്ക് കുളിക്കാം. പക്ഷേ ദയവ് ചെയ്ത് നീന്തൽ അറിഞ്ഞൂടാത്തവർ ഒരിക്കലും ഇറങ്ങല്, അപകടം വിളിച്ചു വരുത്തല്. കാരണം ഇവിടെ നിന്നല്ല, എവിടെ പോയാലും നീന്തൽ അറിഞ്ഞൂടാത്തവർ വെള്ളത്തിൽ ഇറങ്ങരുത്. ഞാനങ്ങനെ എല്ലാം കണ്ടിട്ട് തിരിച്ച് വരണ വഴിക്ക് നോക്കിയപ്പം ഏകദേശം ആനയെ കുളിപ്പിച്ച് കഴിയാറായിട്ടുണ്ട്. പിന്നെ തൃപ്പരപ്പ് ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 7 മണി തൊട്ട് 6 മണി വരെയാണ് വൈകിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഓപ്പണാണ്. ഇപ്പം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ടൈമിൽ പോവുക. നിങ്ങൾക്ക് ബോട്ടിങ്ങും ബാക്കി എല്ലാം ആസ്വദിക്കാം. ഈ കാണുന്ന ആനയുടെ പേര് പൊന്നു എന്നാണ്. ഇതിന് ഏകദേശം 45 വയസ്സ് പ്രായമുണ്ട്. ആളൊരു പാവമാണ് കേട്ടോ. നമ്മൾ അടുത്ത് പോയാലും ഒന്നും ചെയ്യത്തില്ല. ഇനിയും ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.